വെൽക്കം ബാക്ക് ടു ജെ സി ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. എന്താണ് വൈകിട്ട് പരിപാടി? നമ്മുടെ പരിപാടിയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന മൈൻഡിലാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ എന്തെങ്കിലും മേടിക്കുന്ന മൈൻഡിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റിൽ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ സൈഡ് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രോബെറി നോക്കുന്നുണ്ട്, പല ഐറ്റംസ് നോക്കുന്നുണ്ട്. മേടിക്കുകയല്ല, ജസ്റ്റ് എവിടെ നിന്നൊക്കെ ഏത് കൺട്രീസിൽ നിന്നൊക്കെയാണ്. പിന്നെ പ്രോട്ടീൻ ഫുഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കുകയാണ്. തൊട്ട് താഴെ തന്നെ കാണാൻ പറ്റുന്നത് വെച്ചാൽ പയർ മുളപ്പിച്ച് അവർ വിൽക്കുന്നുണ്ട്. അതൊക്കെ ഹൈ പ്രോട്ടീനാണ്. ഇപ്പോൾ ഒരു തൊട്ടപ്പുറത്ത് ഫിറ്റ്നസ് ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ജസ്റ്റ് നോക്കി. പിന്നെ നല്ല മഷ്റൂമുണ്ട്, നല്ല കുമിൾ, ഫോറിൻ കുമിളുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കിയെന്ന് വെച്ചാൽ മുട്ടയാണ് നോക്കിയത്. പിന്നെ നമ്മൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കോക്കനട്ട്. ഇവിടെയൊക്കെ ഒരു ഭയങ്കര ഡിമാൻഡാണ് കോക്കനട്ട്. നമ്മുടെ നാട്ടിലെ 280, 270 ഇവിടെ ഒരു കോക്കനട്ടിൻ്റെ റേറ്റ് വരുന്നത്. ഭയങ്കര ഡിമാൻഡ്. ഞാൻ അവരോട് ചോദിച്ചു ഇതിൻ്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് പോയി ജസ്റ്റ് എന്തെങ്കിലും മേടിക്കുന്ന മൈൻഡ് ഇരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ചിക്കൻ ബ്രസ്റ്റും മറ്റും കാര്യങ്ങളൊക്കെ നോക്കി, ബീഫും അങ്ങനെ കാര്യങ്ങൾ നോക്കി. പിന്നെ നമ്മൾ മേടിച്ചു പോകുന്നില്ല, അതൊന്നും പിന്നെ നോക്കിയതേ ഉള്ളൂ. നമ്മൾ അടുത്തോട്ട് മേടിക്കുന്ന രീതിയിൽ നിന്ന്. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ എന്തെങ്കിലും ഫിഷ് മേടിക്കാമെന്ന്. ഫിഷ് ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ അങ്ങ് മേടിച്ചു, ഒരു അയില അങ്ങ് മേടിച്ച്. ഇത് ഇപ്പോൾ നമ്മൾ വൈകിട്ട് പോയിട്ട് ഈ അയില എന്തെങ്കിലും നമ്മൾ പ്രോട്ടീനായിട്ട് രീതിയിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്യണം. ചിലപ്പം കുരുമുളകോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുമായിരിക്കും. നമുക്ക് പ്രോട്ടീൻ കിട്ടണമല്ലോ. അപ്പം ഞാൻ അയില എന്തായാലും മേടിച്ച് ഫ്രൈ ചെയ്യാന്നുള്ള മൈൻഡിലാണ് മേടിച്ചത്. പിന്നെ കണവ കൊഞ്ച് ഐറ്റംസൊക്കെ നോക്കി പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, പെട്ടെന്ന് ഇറങ്ങി.